ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സായിരുന്നു. നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ ഹോൺ ചെക്ക് ചെയ്യുക, ഹോൺ വർക്കിംഗ് അല്ല, രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. നമ്മൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ്. ബാറ്ററി ഇരിക്കുന്നത് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്, വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. നമ്മൾ ബാറ്ററിയുടെ വോൾട്ടും അതിൻ്റെ കംപ്ലയിൻറ്റ്സൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.31 വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് കംപ്ലയിൻ്റ് എന്ന് പറയാനാണ്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് സെൽഫ് കറക്റ്റായിട്ട് വർക്കിംഗ് ആവുള്ളൂ. ബാറ്ററിയുടെ കംപ്ലയിൻ്റാണ് ആ സെൽഫ് വർക്ക് ആവുന്നത്. പിന്നെ ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ, കോമ്പി ബ്രേക്കിൻ്റെ ഒരു ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ കംപ്ലയിൻ്റാണ്. അത് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏത് കേബിൾ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കിയപ്പോൾ അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലാതെ. അപ്പോൾ കയ്യോടെ നമുക്ക് മീറ്ററിൻ്റെ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഈ കേബിളൊന്നും മാറ്റിയിട്ടത് സ്പീഡോമീറ്റർ വർക്കിംഗ് ആകാതെ. അതായത് നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗം അഴിക്കുന്നുണ്ട്, മറ്റേ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറാൻ വേണ്ടി നമ്മൾ അഴിക്കുന്നുണ്ട്. അപ്പോൾ കയ്യോടെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ ഹോണിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഈ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റാണ്. ഈ സ്വിച്ചും മാറ്റണം, അതുപോലെ ഈ ഒരു പാനൽ ഇതൊരു കവറും മാറ്റണം കേട്ടോ. ഈ സ്വിച്ചിൽ കൂടെ പിടിപ്പിക്കുന്ന സ്ക്രൂ ചെയ്യണം ഭാഗം പൊട്ടിപ്പോയിരിക്കണം. എന്നാലാണ് ആ ഹോണും സ്വിച്ചും ഈ കവറും മാറ്റി കഴിഞ്ഞാലാണ് ആ ഹോണ് കറക്റ്റായിട്ട് വർക്കിംഗ് ആകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ കൂടി ചെക്ക് ചെയ്തായിരുന്നു. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മോശമായിട്ടാണ് കാണിക്കുന്നത്. എഞ്ചിൻ ഓയിൽ നല്ല രീതിയിൽ മോശമായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ അല്പം ലെവലും കുറവുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റിയാൽ നന്നായിരിക്കും കേട്ടോ. എന്നാൽ എഞ്ചിൻ ഓയിൽ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. ബാറ്ററി, എഞ്ചിൻ ഓയിൽ, അതുപോലെ ഹോണിൻ്റെ സ്വിച്ച്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള്, സ്പീഡോമീറ്റർ കേബിള്, ഇതെല്ലാം അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.